ഓക്കം അക്കൗണ്ട്സ് അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എങ്ങനെയാണ് ഒരു റിയൽ കമ്പനിയുടെ, അതും ഒരു 500+ സ്റ്റാഫുകളുള്ള ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് വർക്കുകൾ ചെയ്തുകൊണ്ട് അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതും ഓൺലൈനായിക്കൊണ്ട്. ഓൺലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. റിയൽ കമ്പനിയുടെ അക്കൗണ്ട്സിൻ്റെ പ്രാക്ടിക്കൽ വർക്ക് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് നേടുക എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. പിന്നെ ഓക്കം അക്കൗണ്ട്സിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ www.okamaccounts.com എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം സൈൻ ഇൻ. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കോഴ്സുകളെല്ലാം ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കോഴ്സുകളാണ്. അപ്പോൾ നമ്മുടെ ഒരു കോഴ്സ് എങ്ങനെയാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഓപ്പൺ ആക്കുക എന്നുള്ളത് നമുക്കിനി നോക്കാം. ഇവിടെ മാസ്റ്റർ ഓഫ് അഡ്വാൻസ്ഡ് ഫോറിൻ അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ വിത്ത് AI എന്നുള്ള ഒരു കോഴ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ആ പാർട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് 1 പല രീതിയിലുള്ള മൊഡ്യൂൾ കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് വീഡിയോ കാണാം. അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ കാണാം. മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അക്കൗണ്ട്സ് ചെയ്യാനുള്ള നമ്മുടെ ഡോക്യുമെൻറ്റുകളാണ്. അത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു ചെക്ക് കിട്ടി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബാങ്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പ് കിട്ടും. ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ റിസിപ്റ്റാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഓരോ ഡോക്യുമെൻറ്റുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ എക്സ്പെൻസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒറിജിനൽ ബില്ലുകളാണ്. ഖത്തറിലെ പ്രമുഖ കമ്പനിയുടെ ഡോക്യുമെൻറ്റുകളാണ് എല്ലാം ചെയ്യുന്നത്. ഇതുപോലെ നൂറുകണക്കിന് ബില്ലുകളുണ്ടാവും. ഇതെല്ലാം ബില്ലുകളും വൗച്ചേഴ്സും ആണ്. ഇവിടെ നമുക്ക് കാണാം ബാങ്ക് പേയ്മെൻറ്റ് വൗച്ചർ, അതുപോലെ സെയിൽസ് ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ്, റിസിപ്റ്റ് വൗച്ചേഴ്സ്, ബാങ്ക് പേയ്മെൻറ്റ് വൗച്ചർ, അതുപോലെ ജേണൽ വൗച്ചേഴ്സ്. ഇത്തരം എല്ലാ ഡോക്യുമെൻറ്റുകളും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. പിന്നെ ഇനി അക്കൗണ്ട്സ് ചെയ്യണമെങ്കിൽ, അക്കൗണ്ട്സ് നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എവിടെ? ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇവിടെ ഉണ്ട്. സേജിൻ്റെ Peachtree എന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞു. ഇതാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ റിപ്പോർട്ടുകൾ എടുക്കാം. എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഓൺലൈൻ ആയിക്കൊണ്ട് അക്കൗണ്ട്സ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കീബോർഡിലുള്ള വിൻഡോ കീയും ആരോ കീയും ഉണ്ട് അല്ലേ? ആ ആരോ കീയും എന്ത് ചെയ്യുക? ഒപ്പം പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗത്തേക്ക് നമ്മുടെ സ്ക്രീന് സ്പ്ലിറ്റായിട്ട് ഒരു ഭാഗത്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ഒരു ഭാഗത്ത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് കാണാം. ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഓരോ ബില്ലുകളും നോക്കിക്കൊണ്ട് നമുക്ക് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇത് ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു സ്ലിപ്പ്, ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ സ്ലിപ്പാണ്. അപ്പോൾ അതിന് കിട്ടിയ റിസിപ്റ്റ് ഉണ്ട് ഇവിടെ. ഇതാണ് അതിന് നമ്മൾ തയ്യാറാക്കിയ റിസിപ്റ്റ്. ഈ റിസിപ്റ്റ് എങ്ങനെ നമ്മൾ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുക? നമ്മുടെ ഇവിടെ ടാസ്കിൽ പോകുന്നു, ഇവിടെ നമ്മൾ റിസിപ്റ്റ് എടുക്കുന്നു അല്ലേ? ഇനി ആരാണോ ഈ റിസിപ്റ്റ് തന്നത് ആ കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നു. സെലക്ട് ചെയ്ത് ഇവിടെ അതിൻ്റെ റെഫറൻസും നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ എമൗണ്ടും കൊടുത്ത് നമ്മളത് പോസ്റ്റ് ചെയ്യും. നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാം. നമുക്ക് റെഫറൻസ് നമ്പർ കൊടുക്കുക, റിസിപ്റ്റ് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, നമുക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഈ റിപ്പോർട്ടുകളെല്ലാം ഫിനാൻഷ്യൽ റിപ്പോർട്ടോ എല്ലാം നമുക്ക് കാണാം. ട്രയൽ ബാലൻസ്, അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്,
ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ബാലൻസ് ഷീറ്റ്, എല്ലാം നമുക്ക് റിപ്പോർട്ടുകളെല്ലാം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് വെരി ഈസി ആയിട്ട് സാധാരണ ബില്ലുകൾ എടുത്തുകൊണ്ട് അക്കൗണ്ട്സ് ചെയ്യുന്നതിലും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അക്കൗണ്ട്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ബില്ലുകൾ മാത്രം പോരാ, നമുക്ക് വീഡിയോസ് വേണം. അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് റെക്കോർഡഡ് ക്ലാസ് നോക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതിന് വേണമെങ്കിൽ വീഡിയോസ് ക്ലാസ് കൂടെ ഉണ്ട്. നമുക്ക് ഓക്കോം അക്കൗണ്ട്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ബേസിക് അക്കൗണ്ട്സ്? അക്കൗണ്ട്സിൻ്റെ ബേസിക് എന്തൊക്കെയാണ്? എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, കോസ്റ്റ്, ട്രേഡ്. ഓക്കെ, അങ്ങനെ വീഡിയോ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ഡോക്യുമെൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റുകളെല്ലാം കിട്ടും. ഓരോ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് നേടുന്നത്. ഇതിന് പുറമെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട്. ആ മെൻറ്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴി ചെയ്യാം. അവർ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരും. അതിന് പുറമെ നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ അക്കൗണ്ട്സ് പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മെൻറ്റേഴ്സുമായോ സ്റ്റുഡൻസ് കൗൺസിലേഴ്സുമായോ നിങ്ങൾക്ക് ചോദിക്കാവുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.